മൂപ്പരുടെ പ്രശ്നം? ഹിർസാണ്, ആർത്തി, അലച്ച. എത്ര കിട്ടിയാലും മൂപ്പർക്ക് അലച്ചയാണ്. കിട്ടിയാലും മതിയാവില്ല. അങ്ങനെ ഉണ്ടല്ലോ, കാക്കക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വയറ് നിറയെ ഫുഡ് കഴിച്ചാലും ഒരു എലി ചത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊത്തിയിട്ടേ പോകും. അതേപോലെ മന്തി, സാദാ ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട്, പത്തൽ, ഇതെല്ലാം കഴിച്ച് ആംബുലൻസിൻ്റെ ഓണടിക്കുന്ന മാതിരി എല്ലാം കഴിഞ്ഞ് എന്നാലും ചോദിക്കും പുഡിങ്ങില്ലേന്ന്. അങ്ങനെയുണ്ട് ചില ആൾ. അത് കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നാൽ മധുരം നിർത്തിയതാണ്, പിന്നെ ഉസ്താദ് തന്ന സ്ഥിതിക്ക് ഏതായാലും കുറച്ച് താന്നു. അങ്ങനെ എല്ലാ ഗസ്റ്റും വീട്ടിൽ നിന്ന് തിരിച്ചു പോയി. മൂപ്പര് ഗസ്റ്റിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതാണ്. കിച്ചണിലേക്ക് ആ ഫ്രൂട്ട്സിൻ്റെ ട്രൈ കൊണ്ടുപോകുമ്പോൾ ഒരു വത്തക്ക അത് തിന്നിട്ടേ പോകും മൂപ്പർ. ഇതൊരു നാടൻ ആർത്തിയുടെ ഉദാഹരണമാണ്. ഇതിനൊരു ഫോറൈൻ ആർത്തിയിലേക്ക് വരാം. ഫോറൈൻ ഉപ്പ ഗൾഫ് തോന്നുന്നു കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന സ്ഥിതി ഒരു അവസ്ഥയിൽ ഒരു നല്ല ഫോണ് കാണുന്നുണ്ട്. അത് നോക്കുമ്പോൾ ഐഫോണാണ്. പക്ഷെ നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഫോൺ റിലീസാക്കിയത്. സോ ആ ഫോൺ ആവശ്യമൊന്നുമില്ല. വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 1,08,000 രൂപ ഉണ്ട് അതിന് വില. ആവശ്യമില്ല, ഐഫോൺ വേണ്ട, നമ്മൾ തന്നെ വെച്ചതാണ്. മാത്രമല്ല ഉപ്പ വേറെ ആർക്കെങ്കിലുമൊക്കെ കൊണ്ടുവന്നായിരിക്കും എന്ന് നമ്മൾ എന്നെ ഗസ് ചെയ്തു. പിറ്റേന്നും ആ ഫോൺ അവിടെ തന്നെ കണ്ടപ്പോൾ ഉമ്മൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് ആരതാ? അറിയില്ല മോനെ, ഉപ്പതാ. നീ ചോദിച്ചു നോക്ക്. ഉപ്പ അതെൻ്റെ അറബി ഞാൻ റിട്ടയർഡായിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞതാണ്, മഹ്മൂദെ നീ ഏതായാലും പോകുന്നതല്ലേ, നിനക്കൊരു ഗിഫ്റ്റ് തരാം, ഹദിയ തരാം എന്നിട്ട് തന്നതാണ്. എനിക്ക് എന്നെ പോലത്തെ 4 മക്കളുണ്ടല്ലോ, നീ അടക്കം, ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നതാണ്. എനിക്ക് നിങ്ങൾ ഐഫോണും ഒന്നും വേണ്ട. അങ്ങനെ ഉപ്പ പറയലോടുകൂടി നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കും. ആർക്കും വേണ്ടെങ്കിൽ ഇതന്നെ ആർത്തി, അല്ലാണ്ട് വന്ദേ ഭാരതിൻ്റെ ഡ്രൈവറെ പേരൊന്നുമല്ല ആർത്തിന്ന്. ഇതന്നെ ഈ ആർത്തി എന്ന് പറഞ്ഞാൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയത്. എൻ്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ പേടിക്കണ കാര്യമായിട്ട് പറഞ്ഞത് അത്.